ചേച്ചി പ്രസവിച്ചു. ആൺകുട്ടിയാ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ചോറും കറി എടുത്തു വെച്ചിട്ടുണ്ട്. ആ, ഞാൻ ആകെപ്പാടെ വേർത്ത് മാറിയിരിക്കുക. കുളിച്ചിട്ട് വരട്ടെ. എന്നോട് ക്ഷമിക്കേ. ഇയാളെ വിശ്വസിച്ച് ഇനിയും 2 ദിവസം ഇവിടെ എങ്ങനെ കഴിയാ? എനിക്ക് മുൻകൂട്ടി സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാ നിന്നെ കൂട്ടിന് വിളിച്ചത്. നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ. ഓ എന്റെ ഈശ്വര. നോക്കൂ സരിതേ, ഒന്നുകിൽ ചേച്ചിക്ക് കൂട്ടിന് ആശുപത്രിയിൽ പോയി നിൽക്ക്, അല്ലെങ്കിൽ അവർ വരുന്നവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോര്. ഇനി ഇവിടെയുള്ള ജീവിതം എനിക്ക് വേണ്ട. അമ്മ വന്നില്ലെങ്കിലും ഞാൻ പോകും. അല്ല, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഒന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നില്ലേ? നിന്നെ ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നറിയാം. എന്താ ചന്ദ്ര ഇതൊക്കെ? മനുഷ്യരായ കുറച്ചൊക്കെ ബോധം വേണ്ടേ? എന്താ, എന്ത് പറ്റി? നിനക്കൊന്നും അറിയില്ലേ? അങ്ങനെ ഒരു അബദ്ധം പറ്റി. അതിനിപ്പോ ചാവാൻ പറ്റൂ? പറയുമ്പോ എളുപ്പമാ, പക്ഷെ തകരുന്നതൊരു ജീവിതമാ. അവളുടെ ചേട്ടനും അച്ഛനും എല്ലാം നീയാ. നീ ഇങ്ങനെ ആയാലോ? അമ്മ എന്താ തീരുമാനിക്കുന്നത്? മോളെ സരള ഇതൊന്നും അറിയണ്ട. നിങ്ങൾ 2 പേരും എന്റെ വയറ്റിൽ ജനിച്ചു പോയില്ലേ? ഉടനെ പോയാൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. ഏതായാലും ഈ ആശുപത്രി വിട്ട് വീട്ടിൽ ചെല്ലട്ടെ. എന്നിട്ട് നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാം, കേട്ടോ? ഏതായാലും അവരുടെ മനസ്സ് 2 ഒന്നായി കഴിഞ്ഞു. പിന്നെന്തിനാ ഇത് വെച്ച് നീട്ടിക്കൊണ്ടു പോകുന്നത്? നിങ്ങൾ എപ്പോ പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാണ്. ചന്ദ്രശേഖരന് ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്നാണ് അറിഞ്ഞത്. ആരുടെ താല്പര്യവും ഇനി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇതങ്ങ് നടത്താം. ബാലൻ ഇവിടെ, അവനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് തീയതി നിശ്ചയിച്ച് കളയാം. ബാലേട്ടന്റെ ഈ ഫോട്ടോ ഞാനെടുക്കും. എനിക്ക് എപ്പോഴും ബാലേട്ടനെ കണ്ടോണ്ടിരിക്കണം. ബാലേട്ടൻ ഇനി എപ്പോഴാ ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക? എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്നോട് യാത്ര പറയാൻ തുടങ്ങി. മിണ്ടാതിരുന്ന് കേൾക്കാനല്ലേ എനിക്ക് കഴിയൂ. ക്ഷണിക്കാതെ കടന്നു വന്ന അതിഥി വിരുന്നിന് മുമ്പ് പിരിഞ്ഞു പോകുന്നു. ബാലേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? എന്നെ വേദനിപ്പിക്കാനാണോ നീ സ്നേഹമൊന്നും പറഞ്ഞു വന്നത്? ഇല്ല ബാലേട്ട, ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞങ്ങൾ ഇവിടം വിട്ട് പോകുന്ന എന്തിനെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. മോനെ, നിങ്ങളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നും പറഞ്ഞാ മാധവിയമ്മ വന്നിരിക്കുന്നത്. കല്യാണമൊക്കെ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് മതി. അപ്പോഴേക്ക് മൂത്ത് നരച്ചൊന്നു വരും. നമ്മൾ നാളെ പോകുന്ന കാര്യം ബാലനോട് പറഞ്ഞു. എന്നാ ബാല, നമുക്ക് പുറപ്പെടാം. ചന്ദ്രൻ വരേണ്ട സമയമായി. നിങ്ങൾ തമ്മിലുള്ള പിണക്കവും തീർത്ത് നമുക്ക് ഈ കല്യാണക്കാര്യം സംസാരിക്കാം. ഞാൻ പറഞ്ഞോ? ചേട്ടൻ എന്നോട് വെറുപ്പാണ്. അതൊക്കെ നിന്റെ തോന്നല. മോൻ പുറപ്പെട. ചെല്ലു മോനെ, എന്നായാലും നിങ്ങൾ ഒന്നിക്കേണ്ടവരല്ലേ. മോനെ, അങ്കിളിനെ മനസ്സിലായടാ? അങ്കിളല്ല, കൊച്ചച്ചൻ. മോനെ മോനെ. ചന്ദ്രനെ ഇനി കണ്ടില്ലല്ലോ. വരേണ്ട സമയമായി. മോനെ എഞ്ചിരക്കുട്ട. മോനെ മോനെ മോനെ. മോനെ, ആര് പറഞ്ഞത് ഈ പൊട്ടക്കന്റെ കയ്യിൽ എന്റെ കുഞ്ഞിനെ കൊടുക്കാൻ? ചേട്ടാ, എന്റെ കുഞ്ഞിനെ കുരുടനാക്കാനായിരിക്കും. നീ എന്തിനാണ് ഇവിടെ വന്നത്? ചന്ദ്ര,
ബാലനെ ഞാനാണ് വിളിച്ചോണ്ട് വന്നത്. അല്ല, ഇതുപോലെ ശത്രുണോ മറ്റോ ആണോ കണ്ട തെണ്ടികളൊക്കെ പിടിച്ചു കയറ്റാൻ? ചേട്ടാ, ഇത് ചേട്ടന്റെ വീട് തന്നെയാണ് എന്ന് വെച്ച് മറ്റുള്ളവർ മനുഷ്യരാണെന്ന് കരുതണം. എന്റെ സംസ്കാരം ഇത്രയ്ക്കേ ഉള്ളൂ. ഇഷ്ടമില്ലാത്തവർക്ക് ഇറങ്ങി പോകാം. ഇതിലും വലിയ സംസ്കാരം നിങ്ങൾ കണ്ടവളാണ് ഞാൻ. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്ന നല്ലത്. സരിതേ, നീ ഇനി ഒന്നും മിണ്ടരുത്. വയ്യമ്മേ, ഇനി സഹിക്കാൻ വയ്യ. ഇതിനേക്കാൾ ഭേദം നിങ്ങൾക്ക് എന്നെ കൊന്നുകൂടെ? സാറിവിടെ? ഞാനൊരാളെ കാണാൻ പോവാ. സരിത എവിടെ പോയിട്ട് വരുന്നു? ത്രഡംപുരത്തിൽ പോയിരുന്നു സർ. സരിതയെ കാണാൻ ഞാൻ 1-2 തവണ ആളയച്ചു. ചേച്ചിയുടെ വീട്ടിലായിരുന്നല്ലേ? ഇവിടെ നടന്ന സംഭവമെല്ലാം സാറിനറിയാമല്ലോ. ആ, എന്റെ അധ്യയന ജീവിതത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു അത്. എങ്കിലും സരിത പെട്ടെന്നെടുത്ത തീരുമാനം അല്പം കടന്നുപോയി. സരിത ഒരു കാര്യം ചെയ്യും, സൗകര്യം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരും. ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി, ഓക്കെ, താങ്ക്സ്. പോവാ. അന്നത്തെ സംഭവത്തിന് ശേഷം ജെയിംസ് ജോർജിന്റെ സ്വഭാവത്തിന് വളരെ മാറ്റങ്ങളുണ്ടായി. അയാൾ ഡിഗ്രി എടുക്കാൻ തയ്യാറായില്ല. കുറച്ചുകാലം ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടു. സരിത പോയതിനു ശേഷം പിന്നെ അയാൾ കണ്ടിട്ടില്ല. സരിത വർഗീസിനെയും ഡെയ്സിയെ ഓർമ്മിക്കുന്നില്ലേ? ഡെയ്സി വർഗീസിൽ നിന്നും ഗർഭിണിയായി. വിവരമറിഞ്ഞ വർഗീസ് അവളെ കൈയൊഴിയാൻ പ്ലാനിട്ടു. അവളുണ്ടോ വിടുന്നു. ഒടുവിൽ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചു. അവളിപ്പോ ജയിലിലാണ്. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അങ്ങനെ എന്തെല്ലാം സംഭവവികാസങ്ങൾ ഉണ്ടായി. സരിതക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും കോളേജിൽ വരാം. ഡിഗ്രി എടുക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തുതരാം. എനിക്ക് ഇന്നൊരു ജോലിയാണ് സാർ വേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കാറായാലേ എന്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിയും. ഒരു ഡിഗ്രി എടുത്താൽ സരിതക്ക് ബലമായി നിൽക്കാമല്ലോ. സമയം വൈകിപ്പോയി സാർ. സാർ, എന്റെ വിവാഹം ഏകദേശം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി ജീവിക്കാനുള്ള മാർഗമാണ് അന്വേഷിക്കേണ്ടത്. ഇദ്ദേഹമാണ് സാർ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. സാറ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ബാലേട്ടന് വേണ്ടിയായിരിക്കണം. സാറിന് പത്രോഫീസിലൊക്കെ നല്ല സ്വാധീനമുണ്ടല്ലോ. ബാലേട്ടൻ നന്നായി പാടുകയും വീണ വായിക്കുകയും ചെയ്യും. അദ്ദേഹത്തെപ്പറ്റി ലോകം അറിയും വിധം പത്രങ്ങളിലൊക്കെ എഴുതണം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊരു വെളിച്ചം സാർ ഉണ്ടാക്കി തന്നാ മതി. ഈ ഫോട്ടോ എന്റെ കയ്യിലിരിക്കട്ടെ. മിസ്റ്റർ ബാലിനെ പറ്റി ഒരു നല്ല റൈറ്റപ്പ് തയ്യാറാക്കി എനിക്കറിയാവുന്ന എല്ലാ പത്രങ്ങളിലും പ്രസിദ്ധീകരിപ്പിക്കാം. മാത്രമല്ല, മംഗളം വാരികയുടെ മാനേജിംഗ് എഡിറ്റർ മിസ് എൻസി വർഗീസ് എന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പുതിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ തൽപരനുമാണ്. താങ്ക്സ്. പിന്നെ സരിതയുടെ ജോലിക്കാര്യം ഞാൻ ശ്രമിക്കാം. തിരുവനന്തപുരത്തെ സിത്താര ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്റെ അടുത്തൊരു ബന്ധുവാണ്. ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ? ശരി സാർ. എന്താ മോളെ, ആരുടെ കത്താ? സിത്താര ബാങ്കിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. 1-ാം തീയതി തന്നെ ജോയിൻ ചെയ്യണം. അയ്യോ, ഇനി 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എങ്കിൽ നാളെ തന്നെ പുറപ്പെടണ്ടേ? 10,000 രൂപ സെക്യൂരിറ്റി കെട്ടണം അത്രേ. 10,000 രൂപയോ? നമ്മൾ എങ്ങനെ ഉണ്ടാക്കാനാ? അതുണ്ടായാലേ ജോലി കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം. ചന്ദ്രന്റെ അടുത്തൊന്ന് പോയി ചോദിച്ചാലോ? വേണ്ടമ്മേ, ഇനി അവിടെ പോകാൻ എനിക്ക് കഴിയില്ല. നടന്നതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? അത്യാവശ്യത്തിന് നമ്മളെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളത്? എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും വിഷമമില്ല. അങ്ങനെ അടുത്ത് കൈനീട്ടാൻ എനിക്ക് വയ്യ. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ. ബാലനെ ഓർത്തെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ജോലിയും തൊഴിലും ഇല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കാനാ? നീ ഒരുങ്ങ.